അടിപൊളിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. എന്തായാലും റിസൾട്ട് കിട്ടും. ഞാൻ വെറുതെ പറയുന്നതല്ല, റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ കണ്ണിൻ്റെ അടിയിലോട്ട് നോക്കണ്ട, അതങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങളുടെ ചർമ്മത്തിൽ ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ കരിവാളിപ്പൊക്കെ മാറ്റി ചർമ്മം നല്ല പോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും സാധിക്കുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണേ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടി മാസത്തിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഫേഷ്യൽ എന്ന് പറയുന്നത് ഡെയിലി ചെയ്യേണ്ട ഒരു ഫേഷ്യലാണ്. ഇത് നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിൻ നല്ല പോലെ നിറം നൽകാനും സ്കിന്നിൻ്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. കാരണം നമ്മുടെ തക്കാളിക്ക കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു ഫേഷ്യലാണ് പറയുന്നത്. ഈ ഒരു ഫേഷ്യൽ ഡെയിലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്നിരാടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ഒരു ഫേഷ്യലാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അധികം വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ആ ഒരു 2 സ്റ്റെപ്പിലുള്ള ഫേഷ്യൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കാം. നമ്മൾ തക്കാളിക്ക എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിക്കയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം വഴിയെ. നമ്മുടെ തക്കാളിക്ക, അതായത് നമ്മുടെ ടൊമാറ്റോ, നമുക്ക് പല ഗുണങ്ങളാണ് നമ്മുടെ ചർമ്മത്തിന് കിട്ടുന്നത്. ചർമ്മത്തെ ടാൻ മാറ്റാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ ഈ ഒരു തക്കാളിക്ക ജ്യൂസിൽ നിന്ന് സാധിക്കുന്നതാണ്. നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ തക്കാളിക്ക ജ്യൂസ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് സ്കിൻ നല്ല പോലെ ഒരു ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു തക്കാളിക്കയിൽ നിന്ന്. എന്തായാലും നമുക്ക് ഈ ഒരു തക്കാളിക്ക പകുതിയായിട്ട് കട്ട് ചെയ്യാം. അത് പകുതിയായിട്ട് തക്കാളിക്ക കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മളുടെ തക്കാളിക്ക പകുതി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് പകുതി ഒരു ഭാഗം മാത്രം മതി, ബാക്കി നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ തക്കാളിക്ക എടുത്തിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ആദ്യമേ നമുക്ക് തയ്യാറാക്കേണ്ടത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു മസാജിങ് ക്രീമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ആ ഒരു മസാജിങ് ക്രീം ഉണ്ടാക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. ഞാൻ ചെറിയൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച തക്കാളിക്കയുടെ നീര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒരു തക്കാളിക്കയുടെ ഇതുണ്ടല്ലോ, അതിൻ്റെ ഇത് കളയാൻ പാടില്ല. അത് വെച്ച് നമുക്ക് വേറൊരു കാര്യം ചെയ്യണം. എന്തായാലും തക്കാളിക്കയുടെ ഉള്ളിലെ കുരുക്കളും അതിൻ്റെ ജ്യൂസും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു ടേബിൾ സ്പൂണാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് അലവേറ ജെല്ലാണ്. 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കുക. ചർമ്മത്തിൻ്റെ പിഗ്മെൻറ്റേഷനും ടാനും ഒക്കെ മാറ്റി ചർമ്മം നല്ല പോലെ ബ്രൈറ്റ് ആവും. നമ്മുടെ ഈ ഒരു തക്കാളിക്ക ജ്യൂസിനകത്ത് A, K, C എന്നീ വിറ്റാമിനുകൾ കൂടുതലും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ സ്കിൻ വൈറ്റനിങ് ക്രീമിനകത്തൊക്കെ A, K, C കൂടുതലും വിറ്റാമിൻ A, K, C അടങ്ങിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കിന്നിന് നല്ല പോലെ നിറം നൽകാനൊക്കെ ആ ഒരു ക്രീമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നത്. നമ്മളിപ്പം ഇതൊരു ഫ്രൂട്ട്സ് എന്ന രീതിയിലും വെജിറ്റബിൾ എന്ന രീതിയിലും നമ്മൾ തക്കാളിക്ക ഉപയോഗിക്കാറുണ്ട്. ഈ വിറ്റാമിൻ A, K, C നമ്മുടെ സ്കിന്നിന് വേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മസാജിങ് ക്രീം സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു കുറവുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ചർമ്മം എപ്പോഴും യൗവനത്തോടുകൂടി നിൽക്കാനുമൊക്കെ ഈ ഒരു തക്കാളിക്ക ജ്യൂസിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇതൊക്കെ ചർമ്മം വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു ക്ലെൻസറായി നമുക്ക് തക്കാളിക്ക നീരിനെ ഉപയോഗിക്കാവുന്നതാണ്. പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം ചെയ്യാൻ പോകുന്നത്, ഇത് നിങ്ങളൊരു 3-4 ദിവസം അടുപ്പിച്ച് ചെയ്യാനായിട്ട് നോക്കണം. ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് സ്കിൻ നല്ലൊരു ഗ്ലോ ആയിട്ട്, അതായത് ചന്ദ്രനെക്കാട്ടിലും നല്ല തിളക്കമാക്കി നിർത്താൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. തക്കാളിക്ക ജ്യൂസിനെ നിസ്സാരക്കാരനായിട്ട് നിങ്ങൾ കാണല്ലേ കേട്ടോ. ഇപ്പം നിങ്ങൾ ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് തക്കാളിക്ക ജ്യൂസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങളുടെ ചർമ്മത്തിലൊക്കെ തേക്കാനായിട്ടൊക്കെ നോക്കണം.
നല്ലതാണ് കേട്ടോ തക്കാളിക്ക ജ്യൂസ് ചർമ്മത്തിൽ തേക്കുന്നത്. കാരണം നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ തുടച്ച് മാറ്റിയിട്ട് ചർമ്മം നല്ല പോലെ ഒരു ബ്രൈറ്റ് ആക്കാൻ തക്കാളിക്ക ജ്യൂസിൽ നിന്ന് സാധിക്കുന്നതാണ്. എന്തായാലും നമുക്കിത് സ്കിന്നിലിട്ടിട്ടുള്ള കാണിക്കാം. എന്തായാലും നമുക്ക് സ്കിന്നിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ തയ്യാറാക്കിയത്. ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫേസിലിട്ട് കൊടുത്ത് ഒരു നോർമൽ രീതിയിലാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. കണ്ണിൻ്റെ അടിയിലുമൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സ്കിന്നിനകത്തെ കരിവാളിപ്പൊക്കെ മാറ്റാനും ചുളിവുകൾ ഇല്ലാതാക്കാനും സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആവാനും സ്കിൻ എപ്പോഴും ചെറുപ്പമാക്കി നിർത്താനും നിങ്ങൾക്ക് ഈ പറയുന്ന 2 കാര്യത്തിൽ നിന്ന് സാധിക്കും. അങ്ങനെ ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നോർമൽ രീതിയിലാണ് മസാജ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം കഴുത്തേലും ഒക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ കഴുത്തേലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി എന്തായാലും നമുക്കിതൊന്ന് ഫേസിൽ 2 മിനിറ്റ് ഇരിക്കട്ടെ. 2 മിനിറ്റിന് ശേഷം ചെയ്യേണ്ട ബാക്കി കാര്യം ഞാൻ പറയാം. അതെന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ തുടയ്ക്കത്തില്ല. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്യേണ്ട 2ാമത്തെ സ്റ്റെപ്പുണ്ട്. അതെന്താണെന്നുള്ളതും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് കണ്ടിട്ട് വരാം കേട്ടോ. അതിലേക്ക് നമുക്ക് പോകാം. നമ്മൾ നേരത്തെ കുരുവെടുത്ത ആ ഒരു തക്കാളിക്ക ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി ആ ഒരു ഭാഗം ഞാൻ പറഞ്ഞിട്ട് ഇതെടുത്ത് മാറ്റി വെക്കണേന്ന്, അത് വെച്ചിട്ടുള്ള സംഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതിലേക്ക് നമ്മൾ അര ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ 1/2 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ഞാൻ കാണിച്ചത് ഇത് കണ്ടോ, ഇനി ഇരിക്കുവാണ് ഇവിടുത്തെ ഹണി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഫേസിലിട്ടിട്ട് നമ്മൾ നേരത്തെ മസാജ് ചെയ്തതിൻ്റെ മുകളിലേക്കാണ് നമ്മളിത് ഇട്ട് മസാജ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻ തുടച്ച് മാറ്റാൻ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നതാണ്. എന്തായാലും ഞാൻ ചെയ്തിട്ടുള്ള ചേഞ്ചസ് ഒക്കെ കാണിക്കാം. ഒരു കാരണവശാലും നമ്മൾ മസാജിങ് ക്രീം തുടയ്ക്കരുത് കേട്ടോ, അതിൻ്റെ മുകളിലായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്തായാലും ചേഞ്ചസ് ഒക്കെ ഞാൻ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. എന്തായാലും നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. തയ്യാറാക്കിയത് കണ്ടല്ലോ, ഇതാണ് ആ ഒരു സംഭവം. അത് എടുത്ത് നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിലൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫേസിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ല പോലെ മാറും കേട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്യണേ ഒരു പ്രാവശ്യമെങ്കിലും. എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണേ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് ആ ഒരു ഇട്ടേക്കുന്ന ആ ഒരു നമ്മുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് സ്കിന്നിലേക്ക് ഒന്ന് പിടിക്കട്ടെ. അന്നേരം വരെ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒന്ന് പിടിച്ച് ഒരു വലിച്ചിൽ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം സ്കിന്നിലേക്കൊന്ന് തളിച്ചതിന് ശേഷം സ്കിന്നിൽ നിന്ന് തുടയ്ക്കാവുന്നതാണ്. കണ്ടോ, സ്കിന്നിൻ്റെ ഒരു ചേഞ്ച് കണ്ടോ, അടിപൊളിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. തുടച്ചിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നല്ലപോലെ നിറം വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും കണ്ണിൻ്റെ അടിയിൽ നിന്ന് പോവാത്ത എന്താണെന്ന്. എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് കണ്ണിൻ്റെ അടിയിൽ നിന്ന് പോവാത്തത്. ചില സമയങ്ങളിൽ എൻ്റെ ശരീരം ഓക്കെ ആണെങ്കിൽ കണ്ണിൻ്റെ അടിയിലൊന്നും കറുപ്പ് കാണില്ല. ചില സമയത്ത് എനിക്കിപ്പം കൂടുതലായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യണം. അപ്പോഴൊക്കെ എൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോഴൊക്കെ എനിക്കിത് കൂടുതലായിട്ട് വേദന വരുമ്പോൾ പെയിൻ കില്ലർ കഴിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ആ ഒരു കറുപ്പുണ്ടാവുന്നതാണ്. എന്തായാലും റിസൾട്ട് കിട്ടും. ഞാൻ വെറുതെ പറയുന്നതല്ല, റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ കണ്ണിൻ്റെ അടിയിലോട്ട് നോക്കണ്ട, അതങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്കിപ്പം ഹാർട്ട് പേഷ്യൻ്റ് ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും എന്തുകൊണ്ടാണെന്നുള്ളത്. കാരണം ഞാൻ പല ട്രീറ്റ്മെൻറ്റും ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിട്ട് കണ്ണിൻ്റെ അടിയിൽ നിന്ന് കറുപ്പ് മാറുന്നില്ല. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. കണ്ടല്ലോ എങ്ങനെയാണ് തയ്യാറാക്കിയെന്നൊക്കെ ഉള്ളത്. വെറും നിസാരപ്പെട്ട സംഭവമാണ്. പക്ഷെ എന്നാൽ നമ്മുടെ സ്കിന്നിന് നല്ല പോലെ റിസൾട്ട് നൽകാൻ ഈ പറഞ്ഞ 2 കാര്യത്തിൽ നിന്ന് സാധിക്കും. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്താലും മതിയാകും. എന്തായാലും ഇത് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.